ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പായസമാണ്. നമ്മളിത് അവൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ അവൽപ്പായസം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അവലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ 200 ഗ്രാം അവലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ വെളുത്ത അവലാണ് എടുത്തിട്ടുള്ളത്. വെളുത്ത അവലോ അല്ലെങ്കിൽ ചുവന്ന അവലോ ഏത് അവൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ കുറച്ച് കട്ടിയുള്ള അവലാണ് നമ്മൾ പായസത്തിനായിട്ട് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തിട്ട് ഒരു അല്പനേരം മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് നല്ലതുപോലെ ചൂടായിട്ട് കിട്ടും. ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ കൈവിടാതെ നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഒരുപാടങ്ങ് കളർ വ്യത്യാസമൊന്നും വരേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ അവലൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അവലായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. കുറച്ച് നേരം ഞാനൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ അവലൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലും 1.5 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്താണ് ഞാൻ ഈ തിളപ്പിച്ചെടുക്കുന്നത്. നമ്മളിതിലേക്ക് ടോട്ടൽ 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 1/2 ലിറ്റർ പാലിൽ തയ്യാറാക്കിയ ശേഷം പിന്നീട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഈ വെച്ച് കൊടുത്തിട്ടുള്ള പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. കുറേശ്ശെ അവൽ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി ചേർത്ത് വേണം ഇത് നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അവലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് നമ്മൾ ഈ വെച്ച് കൊടുത്തിരിക്കുന്ന പാലൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം. ആ ഒരു രീതിയിൽ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. കാരണം അവലായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലൊക്കെ മാറി വെച്ച് കൊടുത്തുകൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ബൗൾ നിറയെ ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പായസത്തിൻ്റെ മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ ഒരുപാട് മധുരം ചേർക്കുന്നില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പാലും അവലും കൂടി മറ്റേ അടുപ്പിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയ തീയിലിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്താണ്. ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് നേരം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ലൈറ്റായിട്ട് തന്നെ കളർ വ്യത്യാസമൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ആ ഒരു രീതി വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിയിലൊന്നും ആയിട്ടുണ്ട്. ഇനി ഈ സമയം ഞാനിതിലേക്ക് കുറച്ച് കിസ്മിസും കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് ഞാൻ കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ മൂപ്പിച്ചതിൻ്റെ ബാക്കി ഇത്രയും നെയ്യ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നത്. ഇത് നമ്മുടെ പായസം ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിനും ചെറിയൊരു കളർ കിട്ടുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. പായസമൊക്കെ വിളമ്പി വെച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിടക്കുന്ന കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. ഒരുപാട് നേരമൊന്നും നമ്മളിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്നത് ഇളക്കി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വഴണ്ടി വരും. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ബൗളിൽ നിറയെ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കാരമൽ സിറപ്പ് ഉണ്ടാക്കി എടുക്കാനായിട്ടാണ്. അപ്പോൾ ഈ പഞ്ചസാരയുടെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ പഞ്ചസാര കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. നമ്മുടെ പായസത്തിന് നല്ലൊരു കളർ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്.
ഇത് നമ്മൾ പായസം ഉണ്ടാക്കുന്ന അന്നേരം തന്നെ ഉണ്ടാക്കണമെന്നില്ല, തലേദിവസം ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ട് ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് കളർ ചേഞ്ചസിന് വേണ്ടി നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടും നമ്മൾ തീ കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പഞ്ചസാര കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് കളറായിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞു പോകരുത് കേട്ടോ, ഒരുപാട് അങ്ങ് ഡാർക്ക് കളർ ആവണ്ട, ചെറിയ രീതിയിൽ ഈ ഒരു രീതിയിൽ മാത്രമേ ആകാവൂ. ഇനി ഈ തിളച്ച് വരുന്ന ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാനിത് പെട്ടെന്നൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ദേഹത്തേക്ക് തെറിക്കുകയും അല്ലെങ്കിൽ ഈ ക്യാമറയിലേക്കൊക്കെ ആവും, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അടച്ചു ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം, 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇതേ രീതിയിലൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പുകയൊക്കെ ഒന്ന് മാറിയ ശേഷം നമുക്കൊന്ന് മാറ്റാം. എപ്പോഴായാലും നമ്മൾ ഈ കാരമൽ സിറപ്പിലേക്ക് ഇതുപോലെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ നമ്മളിത് അടച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് തുറന്നപ്പോൾ തന്നെ കണ്ടില്ലേ, നല്ലൊരു കളറിലാണ് വന്നേക്കുന്നത്, ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇത്രയാകാവൂ, ഈ ഒരു കളർ വരെ നമ്മളിത് ചെയ്തെടുക്കാവൂ. അപ്പോൾ ഇനി നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ പാലും അവലും കൂടി നല്ലതുപോലെ തിളച്ച് കുറുകി ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരുന്നത്. നമ്മളിതിലേക്ക് ടോട്ടൽ 1 ലിറ്റർ പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ബാക്കി ഇരുന്ന 2 ഗ്ലാസ് പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാല് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ് കേട്ടോ, പച്ചപ്പാൽ നമ്മൾ ഒഴിക്കരുത്. രണ്ടാമത് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുമ്പോഴേ തിളപ്പിച്ച പാല് മാത്രമേ ചേർക്കാവൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. കുറച്ച് ഏലക്കയും അതേപോലെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ദാ ചെറിയ രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പായസം ഇതേപോലെ വൈറ്റ് കളറിൽ തന്നെ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് കാരമൽ സിറപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പായസത്തിന് ചെറിയ ഒരു ഗോൾഡൻ കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാനിതിലേക്ക് കാരമൽ സിറപ്പ് ചേർക്കുന്നത്. അപ്പോൾ കുറേശ്ശെയായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് മുഴുവൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒന്ന് ഇളക്കി ചേർക്കുമ്പോൾ തന്നെ ആ പായസത്തിൻ്റെ കളറ് മാറുന്നത് കണ്ടില്ലേ. ഇങ്ങനെ പായസത്തിൻ്റെ കളറൊന്നും മാറുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് നേരമൊന്നും എടുക്കത്തില്ല കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണത്. അതുപോലെ തന്നെ നമ്മുടെ ഈ അവലൊന്നും വെന്ത് ഒരുപാട് കുഴഞ്ഞൊന്നും പോകുകയില്ല. നമ്മൾ അവൽ വറുത്തെടുത്തത് കൊണ്ട് തന്നെ ഇതുപോലെ വിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. ഇതാ കണ്ടില്ലേ, നമ്മുടെ പായസമൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, നല്ലൊരു കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പായസത്തിന്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മസും തേങ്ങാക്കൊത്തും ഒക്കെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കുക. ഇത്രയേ ഉള്ളൂ, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണ്. അപ്പോൾ അതാ ഞാനിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല സൂപ്പറായിട്ടുള്ള പായസമാണ്. കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്, കളറൊക്കെ കുറച്ചുകൂടി ഒന്ന് മാറി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.